എൻ്റെ ഭർത്താവിൻ്റെ സഹോദരന് ഇതിലേറെ നല്ല പെണ്ണിനെ കിട്ടുമായിരുന്നു പറഞ്ഞാൽ നമ്മുടെ ഭാരതീയരുടെ ഇതിഹാസ ഗ്രന്ഥമായ മഹാഭാരതത്തിൽ ബലഹീനതകളെ എങ്ങനെയൊക്കെ എല്ലാവരും തടിച്ചൊരു ടീച്ചറില്ലേ ഒരു എന്താ പറയുക ഒരു നാമവിശേഷണം കൂടെ ആയിട്ടാണ് വരുന്നത്. ശരീരവും മനസ്സും ആത്മാവും ചേർന്നാണ് ഈ ബോഡി. ഈ കുറച്ച് രണ്ടാൾക്കാരെ തിരുമേനി എന്ന് പറയും. നമ്മുടെ രീതിക്കനുസരിച്ച് അവർ വന്നില്ലെങ്കിൽ നമുക്ക് ഇടപെട്ടൂടെ അവരോടില്ലെങ്കിൽ എന്നാലും അവ മരുമകൻ എന്നാ പറഞ്ഞത്. അവർക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ട്. അതുകൊണ്ട് സഹായം അവർക്ക് വേണ്ട സഹായങ്ങൾ. നമ്മുടെ കോടതി വിധി കണ്ടില്ലേ? എന്താണ് ഹൈക്കോടതി വിധി ഉണ്ടായിരിക്കുന്നത്? ഗാർഹിക പീഡനത്തെ പറ്റിയിട്ടാണ്. അതെ, നൽകിയ കേസാണ്. ഭർത്താവിന്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടായതാണ്. ഭർത്താവിന്റെ അനിയന്റെ ഭാര്യ അമ്മായിയമ്മയൊക്കെ പെട്ടിട്ടുണ്ടാവും. അവര് ബോഡി ഷേമിങ് നടത്തിയെന്നാണ്. എന്താണ് ബോഡി ഷേമിങ് ഇതിൽ പറഞ്ഞിട്ടില്ല. ബോഡി ഷേമിങ് തന്നെ തടി കൂടിയെന്നായിരിക്കാം. ഒന്നും വേണ്ട, എൻ്റെ ഭർത്താവിൻ്റെ സഹോദരന് ഇതിലേറെ നല്ല പെണ്ണിനെ കിട്ടുമായിരുന്നു പറഞ്ഞാൽ അത് ബോഡി ഷേമിങ് ആയി. പിന്നെ മറ്റൊന്ന് അവരുടെ സർട്ടിഫിക്കറ്റ് പോയി നോക്കുകയാണ്, പരിശോധിക്കുകയാണ്. അവിടെ MBBS എന്നൊക്കെ പറയുന്നുണ്ട്, ഞാൻ നോക്കട്ടെ. ഇതൊക്കെ പറയുന്നത് ഗാർഹിക പീഡനമാണ്. അത് രക്ഷപ്പെടാൻ ഇവരൊരു കാര്യം പറഞ്ഞു, ഞാൻ ആ വീട്ടിലല്ല, ഞാൻ ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഭാര്യയായതുകൊണ്ട് എന്നെ ഗാർഹിക പീഡനത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല, രക്തബന്ധം ഇല്ല, ഇതൊന്നും സമ്മതിക്കില്ല എന്നാണ്. ഇത് നല്ല നിയമമാണത്. ഇതൊക്കെ പണ്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കൊക്കെ കുറേ മാനസിക വിഷമമുണ്ടായിട്ടുണ്ടാവും. മറ്റുള്ളവരുടെ ബോഡി ഷേമിങ്, ഇത്തിരി മെലിഞ്ഞു പോയി, അല്ലെങ്കിൽ കുറച്ച് തടിച്ചു പോയി, അല്ല വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അതിന് നമ്മൾ ബോഡി ഷേമിങ് കിട്ടും. നമ്മൾ മോശക്കാരല്ല, നമ്മളും പറഞ്ഞിട്ടില്ലേ മറ്റുള്ളവരെ എന്തൊക്കെയാണ് നമ്മൾ പറയാറ്. അത് നമ്മൾ മാത്രമല്ല, നമ്മുടെ ഭാരതീയരുടെ ഇതിഹാസ ഗ്രന്ഥമായ മഹാഭാരതത്തിൽ പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിന് ഇരയാക്കുന്നുണ്ട്. അപ്പോൾ അന്ന് മുതലേ സ്ത്രീ അബലയാണെന്നും അവരെ ഏതെല്ലാം തരത്തിൽ ചൂഷണം ചെയ്യാം, അവരുടെ ബലഹീനതകളെ എങ്ങനെയൊക്കെ പിന്നെ എല്ലാവരും ചെയ്യും. അങ്ങനെ ആ സമയത്ത് വസ്ത്രാക്ഷേപ സമയത്ത് കൃഷ്ണൻ്റെ ഇതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് കേസ്. പക്ഷെ അതിന്റെ ഒരു പിന്തുടർച്ച എന്നോണാണ് ഇപ്പൊ നമ്മുടെ ഈ 21ാം നൂറ്റാണ്ടില് കലിയുഗത്തില് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സ്ത്രീകൾക്ക് മാത്രമല്ല ബോഡി ഷേമിങ് ഉണ്ടാവുന്നത്, പുരുഷന്മാർക്കും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത്ര ധൈര്യമായിട്ട് പറയാനാരും ഇന്നത്തെ കാലത്തില്ല. ഞാൻ പറയട്ടെ, നമ്മുടെ കുട്ടിക്കാലത്ത് ഒരു കാലിന് ഇത്തിരി ശോഷിപ്പ് സ്വാധീനക്കുറവുള്ളവനെ വിളിച്ചത് കൊച്ചുകാലൻ തന്നെയാണ്. ഒരു ഐഡന്റിഫിക്കേഷൻ കൂടെയാണ്. ആ കാലോണ്ട് വയ്യാത്ത മാഷല്ലേ അല്ല, അതൊക്കെ പറഞ്ഞോട്ടെ. തടിച്ചൊരു ടീച്ചറില്ലേ ഒരു എന്താ പറയാ ഒരു നാമവിശേഷണം കൂടെ ആയിട്ടാണ് വരുന്നത്. പിന്നെ കൊച്ചാലാന്ന് വിളിക്കും, കണ്ണൊട്ടാന്ന് വിളിക്കും, ചുവടൊട്ടാന്ന് വിളിക്കും, ഒരു വിശേഷണമായിട്ടാണ്. അതെ, അതൊരു ധൈര്യമായിട്ട് ഉപയോഗിച്ചിരുന്നു, ഒരു മോശമില്ലാണ്ട്. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ സ്കൂളിൽ ടീച്ചർ ഒരു ഫുട്ബോൾ അവിടെ വഴി കിടന്നായിരുന്നു. ഞാൻ വർക്ക് ചെയ്യും. ഞാനത് സൈഡിൽ പറ്റിയപ്പോൾ എന്നെ പോലെയെന്ന് പറയാൻ തോന്നുന്നുണ്ടോയെന്ന് അവർ ഞാൻ നിങ്ങളെ അങ്ങനെ പറയില്ല. അവർ കുറച്ച് തടിച്ചിട്ടും ഉയരം കൊണ്ടായിരുന്നു. അപ്പോൾ സ്വയം തിരിച്ചറിയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ എന്താ പറയണതെന്ന് വെച്ചാൽ, നമ്മുടെ സമൂഹത്തിൽ നല്ല ഡിഗ്രിയും പദവികളും നല്ല ജോലിയും ഒക്കെ ഉണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ച്. പക്ഷെ അവർക്ക് അവരുടെ മനസ്സെന്താണെന്ന് അവർക്കറിയില്ല. എങ്ങനെ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യും? ശരീരവും മനസ്സും ആത്മാവും ചേർന്നാണ് ഈ ബോഡി. ഈ കുറച്ച് ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും മോട്ടിവേഷൻ കൊടുക്കുന്ന കാര്യങ്ങൾ, മോട്ടിവേഷൻ കൊടുക്കുന്ന ക്ലാസ്സുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും വേണ്ടില്ല, ഞാൻ എൻ്റെ വഴിക്ക് നടക്കും എന്നുള്ള ഒരു മനക്കരുത്ത്, ഒരു വിൽ പവർ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നിസ്സാരമായ കളിയാക്കലുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. അതുപോലെ മിക്കവാറും സ്ത്രീകൾ ഭർത്താവിൻ്റെ വീടുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഇത് നേരിട്ടിട്ടുണ്ടാവും. പക്ഷെ നിലനിൽപ്പിന്റെ പ്രശ്നങ്ങൾ കൊണ്ടോ
ഒക്കെ നമ്മളത് പുറത്തേക്ക് പറയാറില്ല. അല്ലെങ്കിൽ നമ്മളത് മറ്റേതെങ്കിലും രൂപത്തിലത് പ്രതികരിക്കും. ഈ പറഞ്ഞ പോലെ ഇവിടെ തന്നെ പറയുന്നുണ്ട്, ഈ ഒരു യുവതി മാറി താമസിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഈ കുട്ടികൾ, പെൺകുട്ടികൾ പ്രത്യേകിച്ചും വേറൊരു തലത്തിലേക്കാണ് അവർ പോകണം. അവർ പൊരുത്തപ്പെടാൻ പറ്റില്ലെങ്കിൽ അവർ വേഗം ഡൈവേഴ്സ് ചെയ്യും. ഇനി വേറെ കാര്യം, രണ്ട് കാര്യം പറയണ്ട. ഒന്ന്, നമ്മൾ ഒരു വ്യക്തിയെ പറ്റി പറയാണ്, സുരേഷ്. കണ്ണ് കാണാൻ വേറെ സുരേഷും ഉണ്ട്, സാധാരണ നോർമൽ സുരേഷും ഉണ്ട്. അപ്പോൾ സുരേഷിനെ പറ്റി ഞാൻ ഒരാളോട് പറയുമ്പോൾ മറ്റൊരാൾ ചോദിക്കും, ഏത് സുരേഷ്? ആ കണ്ടോട്ടോ സുരേഷ് എന്ന് ഞാൻ പറയുന്നത് മറ്റയാളെ കേൾക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ശീലത്തിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നുണ്ടെങ്കിൽ അതിനെ നിർത്തണം. അയാൾക്ക് ഇനീഷ്യലുണ്ടാവാം, അയാളുടെ വീടില്ല, കുളക്കരയിലുള്ള വീട്ടിലുള്ള സുരേഷ് എന്ന് പറയാം. ഇത്തരം ഈ ബോഡി ഷേമിങ് അയാൾ പറയാൻ മാത്രം പോരാ, അത് രീതിയായിട്ട് മാറും അല്ലേ? നമ്മൾ രണ്ടുപേരും ഒരേ പേരിലുള്ള രണ്ടുപേരെ പറ്റി പറയുമ്പോൾ ഒരുത്തിന് ആ വൈകല്യം ഉണ്ടെങ്കിൽ ആ വൈകല്യത്തെ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല. മറ്റൊന്നുകൂടി ഉണ്ട്, ജാതി ഷേമിങ് ഉണ്ട്. അതെ, പരമേശ്വരൻ എന്നുണ്ട് രണ്ടാൾക്കാരെ, തിരുമേനി പരമേശ്വരൻ. ജാതിപ്പേരാണ് പറയാൻ ശരിയല്ല, അതൊന്നും നമ്മളത്. പിന്നെ മറ്റൊരു കാര്യം, ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് താങ്കളുടെ വീട്ടിലേക്ക് താങ്കളുടെ സഹോദരൻ്റെ ഭാര്യയായി വന്നവരോടൊക്കെ കാട്ടിയതിലിപ്പോൾ വല്ലതും കാട്ടിയിട്ടുണ്ടായിരുന്നോ? നമുക്കത് കാട്ടാൻ നേരം കിട്ടിയിട്ടില്ല. ഭാഗ്യം. കാരണം അവര് വരുമ്പോഴത്തേക്കും നമ്മൾ ജോലി സ്ഥലത്തൊക്കെ ആയിരിക്കും. ബോഡി ഷേമിങ്ങിന്റെ ആവശ്യം വന്നിട്ടില്ല, അങ്ങനെ ആവശ്യം വരാതെ. ലക്ഷണമൊത്തവരാന്നില്ല, അവർക്ക് ഒരാണായി കഴിഞ്ഞാൽ ഒരു പിന്തുണ വേണം. അപ്പോൾ ആ ആണിനെ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ അവർ കണ്ടെത്തല്ല, അല്ലെങ്കിൽ വീട്ടുകാരുടെ സഹായത്തോടു കൂടി കണ്ടെത്തുന്നു, കൊണ്ടുവരുന്നു, അവർ ജീവിക്കുന്നു. അതിലിപ്പോൾ മറ്റവർക്കൊന്നും പറയാനില്ല. പിന്നെ നമ്മളുടെ പക്വതക്കുറവുണ്ട്. അത് നമ്മൾ ചെറുപ്പപ്രായമൊക്കെ ആയിരിക്കും, അന്നേരം അവർക്ക് ഫീൽ ചെയ്യാൻ പാകത്തിന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കാം. അത് നമ്മൾക്ക് ആ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മളത് തിരിച്ചറിയുന്നുണ്ട്. നമുക്ക് അത്തരത്തിൽ നമ്മളൊന്നും വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ഷമ പറയാവുന്നൊരു സമയമാണ്. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾക്ക് ആൾക്കാർ ക്ഷമ പറയുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, നമ്മളിപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഇനി ഒന്നുകൂടി നമ്മുടെ കുടുംബം, ഇത് നമ്മുടെ വീട്ടിലെ വിശേഷമാണ് പറഞ്ഞത്. തറവാട്ടില് നമ്മുടെ വീട്ടിലേക്ക് ഒരു കല്യാണം കഴിഞ്ഞൊരു മരുമകനും മരുമകളും വരുമ്പോൾ നമുക്ക് ഇണങ്ങാത്ത രീതിയിലാണെങ്കിൽ നമ്മൾ അവരെ കാഴ്ചക്കല്ല, ബോഡി ഷേമിങ്ങിനൊന്നും വിഷയമില്ല. കാരണം നമ്മുടെ മകൾ തിരഞ്ഞെടുത്തത് അനുയോജ്യനായ ഒരുത്തനായിരിക്കും, മകൻ തിരഞ്ഞെടുക്കുന്നത് അവന് അനുയോജ്യമായ ഒരു കുട്ടിയായിരിക്കും. ബോഡി ഷേമിങ് വിഷയമില്ല. പക്ഷെ മറ്റെന്തെങ്കിലും അവരെ രീതികളെ വെച്ചിട്ട് നിങ്ങൾക്ക് അവരൊക്കെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് കാണാൻ പറ്റുമോ? എന്തായാലും 60കൾ, അതായത് റിട്ടയർ ആയ അതായത് ആ പ്രായത്തോടടുത്ത് ഉള്ളവരും ഈ 28-30 വയസ്സുകളിൽ എത്തുന്ന വിദ്യാസമ്പന്നരായിട്ടുള്ള എല്ലാ കഴിവുകളുമുള്ള കുട്ടികളുമായിട്ട് നമ്മൾ മത്സരിക്കാൻ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ രീതിക്കനുസരിച്ച് അവർ വന്നില്ലെങ്കിൽ നമുക്ക് ഇടപെട്ടൂടെ? അവരോടില്ലെങ്കിൽ എന്നാലും അവ ആ മരുമകൻ നന്നാ പറഞ്ഞത്, അല്ലെങ്കിൽ വരാൻ പോണ മരുമകളുടെ അന്നത്തെ പെർഫോമൻസ് എന്നൊക്കെ നമുക്ക് പറയാൻ ഇല്ല. എനിക്കങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല ഇതുവരെ. കാരണം കുട്ടി നമ്മുടെ കുട്ടിയാണ്, നമ്മുടെ വീട്ടിലെ കുട്ടി വേറൊരു കുട്ടിയെ കൊണ്ടുവരണം. അപ്പോൾ ആ കുട്ടി നമ്മുടെ കുട്ടി തന്നെയാണ്. അപ്പോൾ 4 മക്കൾ, 2 മക്കളുണ്ടായിരുന്നിടത്ത് 2 മക്കൾ മരുമക്കളായിട്ട് വന്നപ്പോൾ ഇപ്പോൾ 4 മക്കളുണ്ട്. അങ്ങനെ ഒരു തോന്നലാണ് ഉള്ളത്. ഇനിയിപ്പോൾ കാലം എന്തിനും സാക്ഷിയാണല്ലോ. അങ്ങനെയൊന്നും വരാതിരിക്കും, പ്രതിരോധിക്കാൻ കഴിവുള്ള തലമുറ തന്നെയാണ്. ഇത് നമ്മളെ ഗാർഹികം എന്നൊരു വാക്ക് നമ്മളോട് പറയണ്ടേ, ഗൃഹം എന്ന വാക്കുന്നുണ്ടായതാണ്. നമ്മൾ മലയാളത്തിൻ്റെ കാര്യം കൂടി ചർച്ച ചെയ്യുന്നൊരു ഇതാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള മൃദുവിൽ നിന്ന് മൃദുലം ഉണ്ടായിരിക്കാം, പക്ഷെ മാർദ്ദവം. മൃദുലം എന്ന് പറഞ്ഞാലോ അതെന്താന്ന് നമുക്ക് അന്വേഷിക്കണം. ഞാൻ പൊതുവേ അല്ല, പിന്നെ ഋകാരം വരുന്നതിനൊക്കെ ഒരു ദീർഘവും എന്ന് വെച്ചിട്ട്, അതായത് ഇപ്പോൾ ഗൃഹം എന്നുള്ളൊരു ഗൃഹ ഉള്ളൂ, മറ്റേ ഗാർഹികമായി, മൃദു മാർദ്ദവമായി, ഹൃദയം ഹാർദം.
ഹൃദ്യൊന്നും പറയാൻ ഉണ്ടായിരിക്കാം. ഹാർദമായ സ്വാഗതം, ചില ഹാർദവമായ സ്വാഗതം. പിന്നെ ഋജുവിൽ നിന്നാണ് ആർജവം അല്ലേ. പിന്നെ അങ്ങനെ കുറേ വാക്കുകളുണ്ട്. കൂടെ വാക്കുകൾ നമുക്ക് കൂടെ എഴുതാം, എഴുതി കാണിക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ അല്ല, ബോഡി ഷേമിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള വെറും ഒരു കുപ്പായം മാത്രമാണ്. ഇതിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ഒരു പരിശുദ്ധമായ ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവ് ഒരു ശരീരത്തിൽ നിന്ന്, അതായത് അതൊരു ഊർജ്ജമാണ്, ഒരു എനർജിയാണ്. മറ്റൊരിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്നൊക്കെ പറയുന്ന അതുമായിട്ട് ശാസ്ത്രവും ആത്മീയതയുമായിട്ട് വളരെ ബന്ധങ്ങളുണ്ട്. അതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അത് അതിലേക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ബോഡി ഷേമിംഗ് ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല. ഓരോ ആത്മാവിനും ഓരോ കർമ്മങ്ങളും ഓരോ ഇതൊക്കെ. അതുകൊണ്ട് അത് കേട്ടിട്ടൊന്നും ആരും വിഷമിക്കുകയും ഒന്നും വേണ്ട. നമ്മൾ നമ്മുടെ കഴിവുകളെ വിശ്വസിച്ച്, ഇപ്പോൾ 2 കൈയില്ലാത്ത കുട്ടി കാലുകൊണ്ട് ചിത്രം വരച്ച് വളരെ പ്രശസ്തിയാണ് ആ കുട്ടി. ഫേസ്ബുക്കിലുമൊക്കെ കാണാറുണ്ട്. അതുപോലെ കണ്ണ് കാണാത്ത എത്രയോ അധ്യാപകരുണ്ട്. കണ്ണ് കാണാത്തവർ നല്ല പാട്ടുകാരിയില്ലേ വിജയലക്ഷ്മി, അങ്ങനെ ഓരോന്നില്ല. ആ പാട്ടൊക്കെ അവർ എഴുതി പഠിച്ചിട്ടായിരിക്കും. ബ്രെയിലി ലിപിയിലോ എന്തിലൊക്കെയാണെന്ന് വെച്ചാൽ എഴുതി അതിൻ്റെ മ്യൂസിക് കേട്ട് എത്രയോ കഴിവുള്ളവരുണ്ട്. അപ്പോൾ അവരൊക്കെ സ്പെഷ്യലായിട്ട് പരിഗണന അർഹിക്കുന്നവരാണ്. ഇങ്ങനെ ഈ എന്താ പറയുക, അവരെ ഇൻസൾട്ട് ചെയ്യുന്നവർക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. അത് ആലോചിച്ചിട്ട് നമ്മൾ സങ്കടപ്പെടുകയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഒരു സ്വബോധം, ഒരു ശാന്തമായ ഒരു മനസ്സുള്ള ഒരാൾ അയ്യോ പാവം എന്നേ പറയുള്ളൂ. അങ്ങനെ പാവെന്ന് പറയാൻ പാടില്ല. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് കൊടുക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ആവശ്യപ്പെട്ടാൽ മാത്രം. അതുപോലെ ഈ വൈകല്യം ഇല്ലാത്തവർക്ക്, ഈ വൈകല്യം ഉണ്ടാവാൻ നിമിഷ നേരം മതി. ഇപ്പം നല്ലൊരു ആക്സിഡന്റ് വന്നാൽ പോരെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭീകരമായ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പോരെ. അതൊക്കെ ചിന്തിക്കാനുള്ള ഒരു ഇതില്ലാഞ്ഞിട്ടാണ് ഇങ്ങനെ പറയണത്. അപ്പോൾ അവർക്കും ഒരു കൗൺസിലിങ്ങിന്റെ ആവശ്യമുണ്ടെന്നാണ്. അപ്പൊ ഇതൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞാല് എവിടെ എത്തില്ല. അതിനൊക്കെ കുറെ കാര്യങ്ങൾ. മോശം കമന്റ് ഇടുന്നത് എന്തിന്റെ പേരിലാണ്? അത് അയാളുടെ പ്രശ്നമാണ്. ഞാൻ ഇപ്പൊ നാളെ ഒരു കമന്റ് എന്തെങ്കിലും ആയിക്കോട്ടെ വെച്ചിട്ടുണ്ട് പോയാൽ പോലെ. അതെ, നാട്ടുകാരെ മുഴുവൻ നന്നാക്കാൻ ആർക്കും പറ്റില്ല. ഒരു യൂട്യൂബ് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാണണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് ഇതിനെപ്പറ്റി ആരും മോശമായിട്ടൊന്നും കമന്റ് ചെയ്യുക, നല്ല മാത്രം പറയുക, ഷെയർ ചെയ്യുക, ലൈക്കോ സബ്സ്ക്രൈബോ എന്തൊക്കെ ചെയ്യുക. വാസാംസി ജീർണാനി എന്നൊരു സംഭവം, മുഴുവൻ ശ്ലോകം എനിക്കറിയില്ല. വാസം എന്ന് പറഞ്ഞ വസ്ത്രമാണ്. ജീർണമായ വസ്ത്രം മാറ്റി വെക്കുന്ന പോലെയാണ് നമ്മുടെ ഒരു ജന്മം കഴിയുമ്പോൾ വേറെ ജന്മത്തിലേക്ക് ആത്മാവ് പോകുന്നത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇതാണ് ഇവിടെ ഇപ്പോൾ കുറച്ച് നമ്മൾ കേട്ടത്. അപ്പം ഞാൻ എൻ്റെ അറിവും കൂടി പങ്കുവച്ചു. നമസ്കാരം.